അപ്പം എങ്ങനെയാണ് തുടങ്ങില്ലേ, കാത്ത് കാത്ത് നിന്ന് ഏതെൻ്റെ ബർത്ത്ഡേ അങ്ങനെയായി. എത്ര പെട്ടെന്നല്ലേ വർഷങ്ങൾ പോയത്. ചെക്കന് ഇപ്പോൾ 5 വയസ്സായിന്. അപ്പോൾ അവരുടെ ബർത്ത്ഡേ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ രാവിലെ സർപ്രൈസായിട്ട് കേക്കും ഗിഫ്റ്റും എല്ലാം വാങ്ങിച്ച് അറേഞ്ച് ചെയ്തു. പക്ഷേ എല്ലാം ഫ്ലോപ്പായി. കാരണം കേക്ക് ഓർഡർ ചെയ്ത് പക്ഷേ പിക്ക് ചെയ്യാൻ പോയത് ഉച്ചയ്ക്ക് ശേഷമാണ്. എന്നാലും കുഴപ്പമില്ല, അവൻ സ്പൈഡർമാൻ്റെ ബിഗ് ഫാനാട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും അവന് സ്പൈഡർമാൻ്റെ ഭയങ്കര എല്ലാ സാധനങ്ങളും ഒരുവിധം ഞാൻ സേവ് ചെയ്ത് വാങ്ങാറുണ്ട് കേട്ടോ. പറഞ്ഞ പോലെ ഞങ്ങളപ്പോൾ കേക്ക് ഇതൊക്കെ എടുത്ത് ഒരു ഫോട്ടോഷൂട്ട് നടത്തി. അതിൻ്റെ ഒരു കോലാഹലങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കരമായ ഫോട്ടോഗ്രാഫി ഒന്നും ഞാൻ തന്നെയായിരുന്നു ക്യാമറമാൻ, ഞാൻ തന്നെയായിരുന്നു കോറിയോഗ്രാഫി, ഞാൻ തന്നെയായിരുന്നു വീഡിയോ എഡിറ്റിംഗ്, എല്ലാം ഞാൻ തന്നെയായിരുന്നു, ഫോട്ടോ എഡിറ്റിംഗ് ഒക്കെ. അപ്പോൾ ഞങ്ങളിവിടെ ഇതാക്കിയപ്പോൾ ഇവന് നല്ല ഇഷ്ടം സർപ്രൈസ് ആയിട്ട്. ഞാൻ എപ്പോൾ സർപ്രൈസ് വാങ്ങുള്ളൂ കുഞ്ഞിക്കും കൊച്ചിനും കൂടി ആഡ് ചെയ്യും. കുഞ്ഞും കൊച്ചും ആരാ ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചിയുടെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോഷൂട്ടിൻ്റെ രംഗങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന, പോസുകളും ലുക്കുകളും എല്ലാം. ഇതിവിടെ മുഖം കാണാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ സമ്മതിക്കുന്നില്ല. ഓക്കെ, ഇതാണ് ഞങ്ങൾ ഫോട്ടോഷൂട്ട്. ഇതാണ് ഞങ്ങൾ കേക്ക് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ചോക്കോ ട്രിപ്പിൾ വാഞ്ചോ അങ്ങനെയായിരുന്നു കേക്കിൻ്റെ പേര്. പക്ഷേ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഒക്കെ അറിയില്ല. ഞാൻ കടയിൽ പോയി ചോദിച്ചു, അവരെനിക്ക് പറഞ്ഞത് നല്ല കേക്കാണ്, നല്ല ടേസ്റ്റിയാന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു അതാക്കി. നമുക്ക് നമ്മൾ ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് ഫെബ്രുവരി 15 അന്നാട്ടോ. അന്നാണ് എൻ്റെ ബർത്ത്ഡേ. ഇതിലേറ്റവും വലിയ സർപ്രൈസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സർപ്രൈസ് കൊടുക്കുമ്പോൾ 3 ആൾക്കും വേണം. അപ്പോൾ ഇതാക്കി കൊച്ചിന് ഫുള്ള് പറ്റിക്കലായിട്ടുണ്ടാകുന്നത്. കൊച്ചിന് പറ്റിക്കലില്ല, അവൻ എന്നോട് പറഞ്ഞൊരു സാധനം, ചെറിയൊരു സാധനം. ബട്ട് ഇവർക്ക് എല്ലാവർക്കും ബോക്സ് കൊടുക്കുമ്പോൾ അവന് ബോക്സ് കൊടുത്തില്ലെങ്കിൽ സങ്കടാവില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്തിട്ട് പിന്നെയാണ് ഞങ്ങൾ കേക്ക് കട്ടിങ്ങിലോട്ട് പോകുന്നത്. ഏതിൻ്റെയും കുഞ്ഞയുടെയും കറക്റ്റായിട്ടുണ്ട്. കാരണം അവർക്ക് കുഞ്ഞു സാധനങ്ങൾ ഒരുപാട് പർച്ചേസ് ചെയ്തു. പക്ഷേ ഇവൻ കുറച്ച് വലിയ ആളായതുകൊണ്ട് ഇവൻ എന്നോട് പറഞ്ഞു, എനിക്ക് ഒരുപാട് സാധനങ്ങൾ വേണ്ട, എനിക്ക് ഒരു സാധനം മതിയെന്ന്. അതവനുണ്ട്, ഞാൻ കാണിച്ചു തരാവേ. പിന്നെ ബേക്കറികൾ ഞാൻ പുറത്ത് പോയപ്പോൾ അമ്മ എന്നോട് ബേക്കറി വാങ്ങുന്നത് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയ ബേക്കറികൾ അതൊക്കെ കേട്ടോ. കണ്ടോ, ഇതാണ് അവൻ്റെ ഒരു പെന്നുണ്ട്, ഒരു ഇങ്ക് പെന്നുണ്ട്, സ്പൈഡർമാൻ തന്നെയാണ്, ഒരു ഇങ്ക് പെന്നാണ്. പിന്നെ ഒരു എന്താ പറയുക, കാർഡാണ് പറഞ്ഞത്, എനിക്ക് ആ പേര് അതാ, ഈ ഒരു കാർഡ് പേരൊന്നും എനിക്കറിയില്ല. ആ കാർഡിനോട് പറഞ്ഞതാക്കി. ഇതെന്താ സാധനം എന്ന് എല്ലാവർക്കും അറിയോ? ഇത് കൊച്ചുൻ്റെ കയ്യിൽ നോക്കിയാൽ മതി. കൊച്ചുൻ്റെ കയ്യിൽ ഈ സാധനം നോർമലി ഞങ്ങളിവിടെയൊക്കെ പള്ളിയിൽ പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവർ മറ്റേ നിസ്കരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊരു ഇത് പറയും, അപ്പോൾ അത് കൗണ്ട് ചെയ്യുന്ന സാധനം. പക്ഷെ ഇവനിത് ഭയങ്കര ഇഷ്ടമാണ്, ഏതിനും നല്ല ഇഷ്ടം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവന് അത് ഇതാക്കുമ്പോൾ നമ്മൾ ഹിന്ദുസിൻ്റെ ഇതിൽ പറയുമ്പോൾ ഓം നമഃ ശിവായ പറയുമ്പോൾ അത് ഓരോ തവണ പറയുമ്പോഴും കൗണ്ട് ചെയ്താൽ മതി പറയും. അവന് ഞാൻ കഴിഞ്ഞ കൊല്ലം 4-ാം വയസ്സിൽ ഞാനൊരു കാശുകൊണ്ട് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇക്കൊല്ലം 5-ാം വയസ്സിലും ഞാൻ അതുപോലെ സെയിം ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ കൊല്ലം തന്നെ ഞാൻ വീഡിയോ ഇടാം. അത് അന്ന് ഞാൻ ഇതാക്കി. ഇപ്പോൾ അത് ഫുൾ നിറഞ്ഞിട്ടുണ്ട്. അത് പൊട്ടിച്ചിട്ടില്ല ഇതുവരെയ്ക്കും. ഞാനത് പൊട്ടിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇടാം കേട്ടോ. പിന്നെ നമ്മളെ ചാനൽ എല്ലാവരും കാണുന്നുണ്ടോ? ലൈക്കും സബ്സ്ക്രൈബേഴ്സും ഒന്നും കൂടുന്നില്ല. നിങ്ങൾ ശരിക്കും ആക്ച്വലി വീഡിയോസ് മുഴുവൻ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. പിന്നെ നമുക്ക് വീഡിയോ ഇനി കുറച്ചും കൂടി ഇതായിട്ട് ഇനി നിങ്ങൾ ഇവിടുത്തെ അക്രമങ്ങൾ എന്താണെന്ന് കേട്ടു. പെന്നുണ്ട്, ചോക്കാണ്, അതിന്റെ പെന്നുണ്ട്, ബേബി പെന്നുണ്ട്. ആണോ? അതേത് ചേട്ടന് കൊടുക്കാം. ഏതിന്? കുഞ്ഞിക്ക് ആമ. അത് ഏതിന്റെ സ്ലേറ്റ് നാടു കഷ്ണാക്കി. ഏതിനാ സ്ലേറ്റ്? അതേതും ചേട്ടന് കൊടുത്തു. ഏതിന് പേസ്റ്റ്? അത് കൊച്ചിന് കൊടുത്തു. കൊച്ചിന്റെ പേസ്റ്റ്, പുഴുപ്പല്ലുകൾ തകർന്നു പോകാനുള്ള പേസ്റ്റുകൾ. കുഞ്ഞിക്ക് ഫേവറേറ്റ്. എല്ലാവരും എക്സൈറ്റഡ്, കുഞ്ഞിയുടെ എക്സൈറ്റഡ്. ഐലൈനർ ഇഷ്ടപ്പെട്ടോ? അത് കൊച്ചു ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. കുഞ്ഞേതമർത്തിയ ഭൂജം ഇതാണ് നമ്മൾ ഇപ്പൊ ഇങ്ങനെ ഓണം ശിവായ ഇത് അമർത്തിയ കുഞ്ഞേതമർത്തിയ എല്ലാം. അത് ഇങ്ക് പെന്നാ, അടിപൊളി. ആ കൊച്ചു ഏതാ വണ്ണ് ഹൈലൈറ്റർ കുഞ്ഞിക്ക് കൊടുത്തു. കൊച്ചിന് ഇഷ്ടപ്പെട്ടോ? ഏതിന് ഇഷ്ടപ്പെട്ടോ? എന്താ തന്നെ
40 കൊടുത്തൊക്കെ വെറുതെ. മസ്കാബണ്ണം കിട്ടിയ ഇനി ഒരു മസ്ക ബണ്ണ് കൊടുക്കൂ. ഏതിന്? ഇതിനല്ലേ അല്ല കൊച്ചുന് മസ്ക ബണ്ണ് കൊടുക്കും. ഇതെന്താ പൂച്ചപ്പാറ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഞങ്ങൾ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ അവർ തമ്മിലുള്ള ഷെയറിങ്ങും ഡിസ്കഷനുമാണ്. ഇത് നിനക്ക് വേണോ, അതെനിക്ക് വേണം, ഇതെനിക്ക് വേണ്ട, ഇത് നീ എടുത്തോ, അങ്ങനത്തെ ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞ പോലെ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ വീഡിയോ ഇല്ല. അപ്പോൾ അതിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അതിൻ്റെ വീഡിയോ പഴയതിൻ്റെ വീഡിയോ ഉണ്ട് തോന്നുന്നു എൻ്റെ ഫോണിൽ. നമ്മൾക്ക് എല്ലാ സർപ്രൈസും കിട്ടുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആവും. അങ്ങനെ തന്നെ കുഞ്ഞു കുട്ടികളും വലിയവർക്ക് കിട്ടുമ്പോഴും ചെറിയവർക്ക് കിട്ടുമ്പോഴും ആ സെയിം ഹാപ്പിനെസ് ഉണ്ടായിരിക്കും. അത് എനിക്ക് ഭയങ്കര ക്രേസുള്ളൊരു കാര്യം കേട്ടോ. അത് കാരണം ഞാനത് എപ്പോഴും എല്ലാവർക്കും, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ കൊടുക്കാൻ വേണ്ടി മാക്സിമം ഞാൻ നോക്കാറുണ്ട്. നിങ്ങളും അങ്ങനെ ചെയ്യണം കേട്ടോ. ചെറിയൊരു ഗിഫ്റ്റ്, പക്ഷേ ആ ഡേറ്റ് ഓർത്തിട്ട് അത് കൊടുക്കണം. അതിലാണ് അവിടെ ഹാപ്പിനെസ് ഉണ്ടാവേണ്ടത്. പിന്നെ എന്താ എല്ലാവരും വിശേഷങ്ങൾ? സുഖമാണോ? നമ്മളെ സ്കൂൾ ലൈഫിൽ കോളേജ് ലൈഫിലൊക്കെ നമുക്ക് സർപ്രൈസ് കിട്ടിയിട്ടുണ്ടാവും. മീൻസ് ന്യൂ ഇയർ ഫ്രണ്ട്, ക്രിസ്മസ് ഫ്രണ്ട്. അപ്പോൾ ഉള്ളിലൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ലേ? അതിനേക്കാൾ ഹാപ്പിനെസ്സാണ് കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ. ഞാൻ ഉണ്ടാക്കിയൊരു സർപ്രൈസ് വേറെ ആൾക്ക് ഷെയർ ചെയ്യുമ്പോൾ. കുഞ്ഞയ്ക്ക് ടോട്ടോയ്സും ഏതിന് ബാലഗണപതിയും. ഇവിടെ പിന്നെയും പ്രശ്നങ്ങളായിട്ടുണ്ട് കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ചോക്കിൻ്റെ ബോക്സാണ്. സാധാരണ ഒരു ചോക്കാണ് അത്. പക്ഷേ ഞാൻ കണ്ടപ്പോൾ വാങ്ങിയതേ ഉള്ളൂ. അതിപ്പോൾ 3 പേർക്കും വേണം. അപ്പോൾ അവർ ഓരോരുത്തർ ഏത് കളർ വേണമെന്നുള്ള സെലക്ട് ചെയ്ത് ഷെയർ ചെയ്യുക ചെയ്യുക. അപ്പോൾ പറഞ്ഞ പ്രകാരം എല്ലാവർക്കും, കുഞ്ഞ് ഗേളായതുകൊണ്ട് അവൾക്ക് പിങ്ക് മാത്രം മതി, വേറെ ഒറ്റ കളർ ഷെയർ ചെയ്യണം. പക്ഷേ കൊച്ചുവിന് 4 കളർ വേണം. ഏതിന് ബാക്കി എല്ലാ കളറും ഏതിന് വേണം. അങ്ങനെ ആയിട്ടിരിക്കും. പക്ഷേ കുഞ്ഞിക്ക് പ്രശ്നമില്ല. കുഞ്ഞിക്ക് പിങ്ക് മതി എന്ന് അവൾ മനസ്സിൽ തന്നെ ഫസ്റ്റ് വിചാരിച്ചു തോന്നുന്നു. അത് കാരണം അവൾ വലിയ കുഴപ്പമില്ല. അത് അവൾ ആ യെസ് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്ത് പിന്നെയും വെച്ചു. കൊച്ചോടെ ഇരിക്കി സിറ്റ് ഡൗൺ. കുഞ്ഞിക്ക് ഏത് കളറാണ് വേണ്ടത്? ഓക്കെ. അപ്പോൾ ഞങ്ങൾ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഇവർ തമ്മിലുള്ള ഇനി എക്സ്ചേഞ്ചിങ്ങും കാര്യങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് എനിക്കിത് ഇഷ്ടപ്പെട്ടു, എനിക്കത് വേണ്ട, എനിക്ക് അപ്പുറത്തെ വേണം, ഇപ്പുറത്തെ വേണം. അപ്പോൾ ഇവർ 3 പേരും തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും, മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പാക്കറ്റിൽ ആ ചോക്ക് ഭയങ്കര ഡേഞ്ചറായ സാധനമായി പോയിക്കുന്നത്. കാരണം അതിൻ്റെ ഉള്ളിലുള്ള അടിയിടി ഇനി പ്രശ്നം കൂടുമോയെന്നറിയില്ല. അങ്ങനെയാണ്. ഇവൻ്റെ കാർഡ് ഇതാട്ടോ. ഈ കാർഡിൻ്റെ പേര് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തോ. എനിക്കതിൻ്റെ പേര് അറിയാമായിരുന്നു, മറന്നു പോയതാണ്. പിന്നെ ഏതെങ്കിലും ഒരു സ്പൈഡർമാൻ പെന്നും കാര്യങ്ങളും ഞാൻ വാങ്ങിച്ചു. അവൻ്റെ ഡ്രസ്സ് കണ്ടോ സ്പൈഡർമാൻ, അവൻ്റെ ഗിഫ്റ്റുകളൊക്കെ ഞാൻ സ്പൈഡർമാൻ തന്നെ വാങ്ങിയിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും സർപ്രൈസായിട്ട് ഗിഫ്റ്റും കാര്യങ്ങളും കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എപ്പോഴും സർപ്രൈസ് കിട്ടുന്നത്. കാര്യമൊന്നും വേണ്ട, കാരണവും വേണ്ട, പക്ഷേ സർപ്രൈസ് കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ എൻ്റെ ഫേവറേറ്റ് പേഴ്സൺസിനൊക്കെ ഞാൻ എപ്പോഴും സർപ്രൈസ് കൊടുക്കാറുണ്ട് കേട്ടോ. വലിയ സർപ്രൈസൊന്നും ഞാൻ ഇതുവരെയ്ക്കും ആർക്കും കൊടുത്തിട്ടില്ല. ചെറിയത് ജസ്റ്റ് ഒരു ഡ്രസ്സോ അല്ലെങ്കിൽ ഒരു ടോയോ അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റോ അല്ലെങ്കിൽ അങ്ങനെ ചെറിയ എന്തെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി സർപ്രൈസ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഞാൻ എപ്പോഴും ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. ചില വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ സർപ്രൈസ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് സൺഡേസും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പുറത്ത് പോകാനും ഇഷ്ടം. ദൂരേക്കൊന്നും പോകണ്ട, ജസ്റ്റ് നമ്മളെ നിയർ ബൈയുള്ള ഏതെങ്കിലും സ്ഥലത്ത്. അതുപോലെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൽ കമൻറ്റ് സെക്ഷൻ എന്നുള്ള സാധനം ഉണ്ട്. ആരും കമൻറ്റ് ചെയ്യുന്നില്ല, ബട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴല്ല അവിടെ നമ്മൾ അത് കണ്ടോ ഇല്ലേ, ഞാൻ പറയുന്നത് ആർക്കെല്ലാം അക്സെപ്റ്റബിൾ ആണോ, ഇഷ്ടമാവുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഓർഡറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീഡിയോ ഇതാക്കി. എല്ലാവരും ചോദിക്കും, ഫസ്റ്റ് ഞാൻ ഇൻട്രോയിൽ ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ട്, അതെവിടെയെന്ന്. കേക്കിൻ്റെ വിശേഷമാണ് ഏറ്റവും വലിയ എക്സൈറ്റിങ് സംഭവം. കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛന് പുറത്ത് പോയി. അപ്പോൾ പറഞ്ഞു അച്ഛൻ വന്നിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ എന്ന്. അപ്പോൾ അച്ഛൻ വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചപ്പോൾ 5 o'clock. അതുവരെ ഇവർക്ക് ക്ഷമ ഉണ്ടാവുമോ? അപ്പോൾ അച്ഛൻ വരുന്നേക്കാട്ടി മുന്നേ ഞങ്ങൾ താഴെ ഇരിക്കും. മീൻസ് കേക്ക് ഇതൊക്കെ ഇതാക്കി എൻ്റെ വീഡിയോ ഞാൻ ഇതിൽ എൻഡിങ് വരെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കേക്കിന് എന്താ സംഭവിച്ചതെന്നുള്ള കാര്യം. ഞങ്ങൾ ഇതാക്കട്ടെ. ഈ ഒരു ഡോഗിന് ഞങ്ങൾ വാങ്ങിയത് ഡൽഹി പോയപ്പോൾ വാങ്ങിയതാട്ടോ. ഇതിന് എത്ര രൂപ ഉണ്ടാവും ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഇത് ഭയങ്കര ചീപ്പ് റേറ്റിൽ ഞാൻ വാങ്ങിയ സാധനം. അത് ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് കേട്ടോ. 2 ഒരുപോലത്തെ ഡോളുണ്ട്. ഞങ്ങളിനി ക്യാച്ചിങ് ഗ്രൗണ്ട്
തരാം. പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഇങ്ക് പെന്നാട്ടോ, അത് നമ്മൾ ഉപയോഗിക്കാൻ പോവാണ്. അതിൽ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഇങ്കാണ് ഇത് വരുന്നത്. ഇതാ ഈ ഇങ്ക് ഇതിൽ അതിൻ്റെ ബാക്കിൽ ഓക്കെ. ഇനി റൗണ്ട് അതങ്ങനെ ഇട്ടോ, അങ്ങനെ ഇട്ടോ. ഇനി ഇത് റൗണ്ട് അതിൻ്റെ ടോപ്പ്. സ്പൈഡർമാൻ എഴുതും. ഇതൊരു നിപ്പെന്നാട്ടോ. ഇതിൽ നമ്മൾ ആ ഇങ്ക് ഇതിട്ടിട്ട് അത് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒന്ന് പ്രസ് ചെയ്ത് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. അത് കറക്റ്റ് നിങ്ങൾ കാണാൻ പറ്റും. ഈ ഞാൻ പറഞ്ഞ കേക്കിൻ്റെ അവസ്ഥ ഒന്ന് നോക്കൂ കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചു. അച്ഛൻ വന്നിട്ട് കേക്ക് കട്ട് ചെയ്ത് വിചാരിച്ച് ഇവർ 3 പേരും ചെയ്ത പണി നോക്ക്. ഏതൻ്റെയാണ് ബർത്ത്ഡേ. അപ്പം എന്നാൽ ഏതൻ കട്ട് ചെയ്തോ. അപ്പം ഞങ്ങൾ ഇതാക്കാം. എന്നിട്ട് അവൻ വന്ന് കട്ട് ചെയ്തു. അപ്പം പിന്നെ അവസാനം അമ്മ പറഞ്ഞു എന്നാൽ സാരമില്ല ഇനി, കാരണം ഇവരൊക്കെ ക്ഷമ നഷ്ടപ്പെട്ടത്. ഞാൻ 1 o'clock വാങ്ങിക്കൊണ്ട് വന്ന കേക്കാണ്. 4:30 ആയിട്ടും അച്ഛനെ കാണുന്നില്ല. അച്ഛൻ പുറത്ത് പോയിക്കുക, അനിയനും പുറത്ത് പോയിക്കുക. അപ്പം എന്നാൽ ഓക്കെ അവർ പതുക്കെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ച് 3 പേരും കൂടി കട്ട് ചെയ്തു. ഇതാണ് ഞങ്ങളെ വെറൈറ്റി ബർത്ത്ഡേ സെലിബ്രേഷൻ. എന്നാലും കുഴപ്പമില്ല, കട്ട് ചെയ്ത സ്ഥിതിക്ക് ഞങ്ങൾ കേക്കൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് എല്ലാവരും കൂടി കഴിച്ചതാക്കുകയൊക്കെ ചെയ്ത്. ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.